വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൽഫാനായ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൺസ്ക്രീനിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനത്തെയൊക്കെ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ സൺസ്ക്രീൻ എപ്പോഴൊക്കെ നമ്മൾ ഇടണം, എങ്ങനെയൊക്കെ ഇടണം, അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. നിങ്ങൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഡെയിലി പുറത്ത് പോകുന്നവരാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബിക്കോസ് സൺസ്ക്രീൻ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ എന്താണ്, സൺസ്ക്രീൻ നമ്മൾ എപ്പോഴൊക്കെയാണ് ഇടേണ്ടത്? നമ്മൾ രാവിലെ നേരെ വെളുത്ത് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ഒന്നും വാങ്ങി പൈസ കളയണമെന്ന് ഞാൻ പറയില്ല. അത്യാവശ്യം മോയ്സ്ചറൈസർ നമ്മൾ ഇടുന്ന എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സ്കിന്നിനൊരു മോയ്സ്ചറൈസിങ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അത്യാവശ്യം ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സൺസ്ക്രീൻ വാങ്ങിയാൽ മതി നമ്മൾ. അപ്പോൾ മോയ്സ്ചറൈസറിൻ്റെയും സൺസ്ക്രീനിൻ്റെയും കൂടെ എമൗണ്ട് കൂട്ടുമ്പോൾ വരുന്ന ഒരു സൺസ്ക്രീൻ നമ്മൾ വാങ്ങിക്കുക. അതായത് നമ്മൾ സൺസ്ക്രീൻ ഇടുന്നതിന് മുമ്പ് എന്തായാലും ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ടാകണം. ഡെർമറ്റോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സൺസ്ക്രീൻ വാങ്ങിക്കാൻ പാടുള്ളൂ, സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ ഫേസിലിടുന്ന നൈറ്റ് ക്രീം ആണെങ്കിലും അണ്ടർ ഐ ജെല്ലാണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും എല്ലാം ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം ഞാൻ വാങ്ങിയേക്കുന്ന സാധനങ്ങളാണ്. എനിക്ക് പൊതുവെ നമുക്കിവിടെയൊക്കെ കിട്ടുന്ന അങ്ങനത്തെ പ്രൊഡക്ട്സിനോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ മോയ്സ്ചറൈസറും അതും ഇതുമൊക്കെ നമുക്ക് എന്തോ ഒരു സൗണ്ട്, ഏതോ ഒരു വണ്ടി റോഡിൽ കൂടെ പോയതാണ്. ഓക്കെ, മോയ്സ്ചറൈസറിൻ്റെ അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞത്, മോയ്സ്ചറൈസർ, അതുപോലെ നമ്മുടെ കുറേ സൺസ്ക്രീൻസ് ഒക്കെ കിട്ടും, കുറേ ബ്രാൻഡുകളുടെ. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, എനിക്ക് അങ്ങനത്തേതിനോടൊന്നും അത്ര വലിയ താല്പര്യം ഇല്ല. ഓക്കെ, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അവർ നമുക്ക് ഇതൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. ന്യൂട്രോജനെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്, വേറെ ഒന്നും റെക്കമെൻഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സോ ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ വാങ്ങണ്ട, അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ വാങ്ങുക. സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ നല്ലതല്ല ഇടുന്നതെങ്കിൽ നമുക്ക് അലർജി വരും, പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ആ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതും കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവില്ല, അങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ടാകും. സൺസ്ക്രീൻ ഇട്ടിട്ടും ടാൻ ആവുകയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നമ്മൾ വേർക്കുന്ന സമയത്തൊന്നും അതങ്ങനെ പോവില്ല. വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ ഇടേണ്ട ആവശ്യമില്ല. സൺസ്ക്രീൻ നമ്മൾ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ വാങ്ങുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫോട്ടോസ്റ്റേബിളിൻ്റെ പ്രോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു സൺസ്ക്രീൻ ആയിരുന്നു, ഒരു ട്യൂബിൻ്റെ. അപ്പോൾ അത് കുറച്ച് എനിക്കിങ്ങനെ പിരിപിരാന്നാവുന്ന ടൈപ്പായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ആ സൺസ്ക്രീൻ പറ്റുന്നില്ല, വേറെ മാറ്റി തരാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ മാറ്റി തന്നു. ഇനി ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് ഇങ്ങനെ പറയാൻ മടിയാണ് നിങ്ങൾക്കെങ്കിൽ ആ മടി നിങ്ങൾ മാറ്റി വെക്കാതെ ഇതിനൊരു സൊല്യൂഷൻ നമുക്കില്ല. ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഡോക്ടറാണ്. നമുക്ക് പോയിട്ട് ഒരു ഫേസ് വാഷ് വേണം, എനിക്കൊരു സൺസ്ക്രീൻ വേണം എന്നൊക്കെ പറഞ്ഞ് അവർ നമുക്ക് എഴുതി തരും. നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻസ് ചോദിക്കും, എങ്ങനെയാണ് നമ്മുടെ സ്കിന്നെന്ന് ചോദിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. അവർ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കും. നമ്മളെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അവർ നമുക്ക് എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് തരും. ഓക്കെ, ഇത് ഹൈഡ്ര ജെൽ സൺസ്ക്രീൻ ആണ്. SPF 80+, 24 hours ആക്ഷൻ, PA++++, കുറേ പ്ലസ് പറഞ്ഞ 4 പ്ലസ് ഉണ്ട് കേട്ടോ. 50 ഗ്രാം പ്രൊഡക്റ്റിന് 850 രൂപയാണ് റേറ്റ് വന്നിട്ട്. ഇതെൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ്. ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഫോട്ടോസ്റ്റേബിളിൻ്റെ പ്രോ പ്ലസ് തന്നെ എന്നോട് നോക്കി വാങ്ങണം എന്ന് പറഞ്ഞു. ഫോട്ടോസ്റ്റേബിളും കിട്ടും, ഫോട്ടോസ്റ്റേബിൾ പ്രോ പ്ലസ്, പ്ലസ് അങ്ങനെ ഏതാണ്ടൊക്കെ കിട്ടും. പക്ഷെ എന്നോട് ഇത് തന്നെ പ്രോ പ്ലസ് തന്നെ കറക്റ്റായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് കറക്റ്റായിട്ട് തന്നെ വാങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പ്യൂരിഫൈഡ് വാട്ടർ, ഡൈമത്തിയോ എനിക്കറിയാൻ പാടില്ല, ഇത് കുറേ എന്താണ് മറ്റേ സയൻറ്റിഫിക് നെയിംസ് ആണല്ലോ, അതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻസ് നല്ല വ്യത്യാസം ഉണ്ടാകും. നമ്മൾ വെറുതെ അത് വായിച്ച് കുളമാക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഫോട്ടോസ്റ്റേബിൾ പ്രോ പ്ലസ് ഈസ് എ ന്യൂ ഏജ് സൺസ്ക്രീൻ വിച്ച് പ്രൊവൈഡ്സ് കംപ്ലീറ്റ് സൺ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഹാംഫുൾ എഫക്ട്സ് ഓഫ് അൾട്രാ വയലറ്റ് വിസിബിൾ ആൻഡ് ഇൻഫ്രാറെഡ് ലൈറ്റ്. കറക്റ്റാണ്.
Additionally, it also combats premature aging by providing protection against environmental pollution. The hydrogel technology in Photostable Pro Plus gives a weightless and light texture to the formulation, making it suitable for all skin type. ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് വായിക്കുന്നത്. സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്. ഇത് ഡ്രൈ സ്കിന്നിനും ചേരും, ഓയിലി സ്കിന്നിനും ചേരും. അത്യാവശ്യം മോയ്സ്ചറൈസിങ് തരുന്ന നല്ല സൺസ്ക്രീനാണ്. ഞാൻ ഈ സൺസ്ക്രീനിൻ്റെ ഫാനാണ്. എൻ്റെ സൺസ്ക്രീനാണ് ഇത്. എൻ്റെ ഫേവറേറ്റ് ആണ് ഇതെനിക്ക്. ഓക്കെ, based on clinical and in vitro studies, Photostable Pro Plus is very water resistant, sweat resistant, cosmetically elegant എന്നാണെന്ന് തോന്നുന്നു, ഒക്കെ മാഞ്ഞു പോയി, non irritant, non comedogenic, dermatologically tested. Close the cap after use. Store at temperature not exceeding 30 degrees Celsius. Do not freeze. ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ 30 ഡിഗ്രി സെൽഷ്യസിനേക്കാളും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, കൂടാനായിട്ട് പാടില്ല കേട്ടോ. ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്, ഞാൻ ഫ്രിഡ്ജിൻ്റെ സാധാ താഴെ നമ്മൾ വെള്ളമൊക്കെ വെക്കുന്ന സ്ഥലമില്ലേ, അവിടെയാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. ഞാൻ പുറത്തും വെക്കാറില്ല. നമുക്ക് ഇവിടെ ഇപ്പോൾ നല്ല ചൂടല്ലേ. ഇവിടെ എറണാകുളത്താണ്, കാക്കനാടാണെന്നുണ്ടെങ്കിലും നല്ല ചൂടാണ്. ഡിസംബറാണ് ഈ മന്ത്. ഒരു കാര്യമില്ല, കത്തുന്ന ചൂടാണ് ഇവിടെ. ഓക്കെ, സോ ഈ ഒരു സൺസ്ക്രീനാണ്. ഇനി ഞാൻ ഈ സൺസ്ക്രീൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേറ്റു. ഞാൻ രാവിലെ ഒരു 4 മണി 4:30 എഴുന്നേക്കും. കാരണം എനിക്ക് വെളുപ്പിന് 5 മണിക്കാണ് ജോലി. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം പോയിട്ട് ചെയ്യുന്ന കാര്യം പല്ല് വയ്ക്കുക. എല്ലാം കഴിഞ്ഞ് നേരെ വന്നിട്ട്, കാരണം 5 മണിക്ക് ഞാൻ സിസ്റ്റം ഓണാക്കും, ഞാൻ നേരെ സൺസ്ക്രീൻ മുഖത്തിടും. സൺസ്ക്രീൻ മുഖത്തിട്ടിട്ടാണ് ഞാൻ അടുക്കളയിലും കുക്ക് ചെയ്യാൻ നിൽക്കാറ്. അപ്പോൾ ആ കുക്ക് ചെയ്യുമ്പോഴുള്ള ഹീറ്റ് നമുക്ക് വരില്ല. ജോബിന് കയറുമ്പോൾ നമ്മുടെ സിസ്റ്റങ്ങളുടെ ബ്ലൂ റേസ് നമുക്ക് ഹാംഫുള്ളാണ്. നമ്മുടെ സ്കിന്നിനെ അത് ഡള്ളാക്കി കളയും. അതുപോലെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ, ഞാൻ ഇപ്പോഴും സൺസ്ക്രീൻ ഇട്ടിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സ്കിൻ ലൈറ്റ് വെച്ചിട്ടുണ്ടെന്ന്, റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റും നമ്മുടെ സ്കിന്നിന് നല്ലതല്ല, മനസ്സിലായോ? അപ്പോൾ ഇത് എല്ലാം അടിച്ചിട്ട് ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇടാതെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു 2-3 ദിവസം അടുപ്പിച്ച് ഈ റൂട്ടീനിൽ ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ഡള്ളാവും. അതെനിക്ക് മനസ്സിലായ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചില സമയത്തൊന്നും 850 രൂപയല്ലേ കളയുണ്ടാവുന്നരുത്, ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഇടുകയില്ലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ എപ്പോഴും സൺസ്ക്രീൻ ഇടും. സോ അതിൻ്റെ ബ്ലൂ റേസ് പ്രൊട്ടക്ഷൻ നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ സ്പെക്സും വെക്കണം കേട്ടോ കണ്ണിന്. പിന്നെ നമ്മുടെ കണ്ണിന് നമ്മൾ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെക്സ് വെക്കണം. ബ്ലൂറേ ലൈറ്റിൻ്റെ സ്പെക്സ് ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ സ്പെക്സ് ഒരു 1000 സംതിങ്ങേ ആയുള്ളൂ. നല്ലൊരു സ്പെക്സാണ്. അത് വെച്ചതിന് ശേഷമാണ് എൻ്റെ ഡാർക്ക് സർക്കിൾസ് പോലും കുറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ഒന്നും കൂടെ ഇടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ 3 ഫിംഗർ റൂള്, 2 ഫിംഗർ റൂള്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അങ്ങനെയൊന്നും നോക്കണ്ട, അങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഓവർ പ്രൊഡക്റ്റ് ആകും. ഓക്കെ, നമ്മുടെ മുഖത്ത് ഓവർ പ്രൊഡക്റ്റ് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരാളുടെ മുഖം കവർ ചെയ്യാൻ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ക്വാണ്ടിറ്റി മാത്രം. അതായത് നമ്മുടെ മുഖത്തിന് നമുക്കറിയാലോ പാകത്തിനുള്ളതായി എന്നുള്ളത്. ആ പാകത്തിനുള്ളതായി എന്നറിയാൻ വേണ്ടി മാത്രം ആവശ്യമുള്ള അത്രയും. ഞാനിവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്കാണ് നോക്കി പോകുന്നത്. കാരണം കണ്ണാടി ഉള്ളപ്പോൾ നമ്മൾ ഫോണിന് ബാക്ക് ക്യാമറ വെച്ചിട്ട് ചരിച്ച് വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോണിൽ കാണാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്കിവിടെ ഓപ്പോസിറ്റ് മിററുണ്ട്. ഓക്കെ, കണ്ടോ, ഇട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞത് നമ്മുടെ ഫേസിന്, ഒരാളുടെ ഫേസിന് അയാൾക്ക് അത് കവറാവാൻ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ എത്രത്തോളം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമോ അത്രത്തോളം സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മതി. 2 ഫിംഗർ എടുത്ത് 3 ഫിംഗർ എടുത്ത്, ഇതൊക്കെ 3 ഫിംഗർ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തീർന്നു പോകും. ഞാൻ ആകെ ഈ ഒരു ലൈന് പിന്നെ ഒരു ചെറിയ ലൈൻ അത്രയും ഞാൻ വരയ്ക്കാറുള്ളൂ. എനിക്ക് അത്രയും മതി എൻ്റെ ഫേസിനെ. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം നോക്കുക. സൺസ്ക്രീൻ ഡെയിലി അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല കളർ വരും. സത്യമാണ്. സൺസ്ക്രീൻ ഇട്ടാൽ നമ്മൾക്ക് കളർ വരും. ഇറ്റ്സ് എ ട്രൂത്ത് അല്ല, കളർ വരും എന്നല്ല, ഒരു മാറ്റം ഉണ്ടാവും നമുക്ക്. എനിക്ക് ചെറുതായിട്ടൊരു മാറ്റമൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊരു കളറൊക്കെ വെച്ച പോലെ പ്രോപ്പറായിട്ട് ഡെയിലി ഇട്ട് തുടങ്ങിയപ്പോൾ കേട്ടോ.
അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ്ടൊക്കെ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാട്ടർ റെസിസ്റ്റൻറ്റും എല്ലാമായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഇവിടെ കുരു വന്നിട്ടുണ്ട് കേട്ടോ, കാണാമോ? കുരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖത്തുണ്ടാകും. അതിനൊന്നും ചെയ്യാനില്ല. അതൊക്കെ അവിടെ വന്ന് അതിൻ്റെ സമയമാകുമ്പോൾ പൊക്കോളും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പാട് പോലെയായി കുരുക്കൾ വന്നിട്ട്. ഇതൊക്കെ കുരു വന്നതാ, കാണാമോ? ഇതൊക്കെ കുരുക്കള വന്നതാ. അതൊക്കെ അങ്ങ് വന്നങ്ങ് പൊക്കോളും, കാര്യമാക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ വേറെന്താ എനിക്ക് പറയണ്ടായിരുന്നു, ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകണ്ടെന്ന് കരുതി ഞാൻ നിർത്തുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, എല്ലാ വീഡിയോസും കാണണം, സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കരുത്. വ്യൂസും വായിച്ചവരും കൂടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെന്നെ സഹായിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.